അമുസ്ലിമീങ്ങളുടെ ഒരു അമുസ്ലിം പാപ്പയുടെ കുപ്പസ്വാമി എന്ന് പറയുന്ന സ്വാമിനെ കേട്ടിട്ടില്ലേ? കുപ്പയുടെ അടുത്ത് ജീവിച്ചിരുന്ന ഓച്ചിറയിലെ കുപ്പസ്വാമി. ആ കുപ്പസ്വാമി എന്ന് പറയുന്ന മനുഷ്യർ നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ തൽക്കാലം മറക്കുകയാണ്. എന്തേന്നറിയോ? നിങ്ങളത് കാണണ്ട. നമ്മളെ കുപ്പസ്വാമിയാണത്. കുപ്പസ്വാമിക്ക് കാന്തപുരം കൊടുത്ത പേരെന്താണെന്നറിയോ? കേട്ടോളൂ, ഞാൻ നോട്ടീസാ വായിക്കുന്നത്. SSF കരുനാഗപ്പള്ളി ഡിവിഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ ബ്രാക്കറ്റിൽ അനുസ്മരണ സമ്മേളനം. സ്ഥലം വാഴക്കാട് ഉസ്താദ് നഗർ. 1997 നവംബർ 6 വ്യാഴാഴ്ച വൈകിട്ട് 4 മണി. മഹാനായ വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ റാന്റെ അനുസ്മരണ സമ്മേളനവും ഖബർ സിയാറത്തും 97 നവംബർ 6 വ്യാഴാഴ്ച അസർ നമസ്കാരാനന്തരം നടത്തപ്പെടുന്നു. കാന്തപുരം ഉസ്താദാണോ എന്ന് ചോദിക്കണ്ട. കേട്ടോ, പഠിച്ചു വെച്ചോ, വാങ്ങി പോക്കറ്റിലിട്ടോ. എന്താ പഠിച്ചു വെച്ചോ? കൂട്ട സിയാറത്തിന് ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്നു. ഉദ്ഘാടനം ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഏതിന്? കുപ്പസ്വാമിക്ക്. കണ്ടോ, നല്ല വലിയുല്ലാഹിയാണ്. കണ്ടില്ലേ? ഇവിടെയുണ്ട് ഇതേ ചിത്രങ്ങൾ അവിടെ കണ്ടത് കേട്ടില്ലേ? അപ്പോ എന്താണ് ആ കുപ്പസ്വാമിക്ക് വല്ല കറാമത്തിനും കുറവുണ്ടോ? കുപ്പസ്വാമിയുടെ കറാമത്ത് എന്താ? കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. മാത്രല്ല അവിടുത്തെ സ്ത്രീ പറയുന്നുണ്ട്. എന്തെന്നറിയോ? കുപ്പസ്വാമിയുടെ ജടയും മുടക്കങ്ങൾ കണ്ടില്ലേ? ചുരുക്കി പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ആ സ്ത്രീ പറയാണ്, ഈ മനുഷ്യന്റെ ജഡം ആർക്കും വേണ്ടിയിരുന്നില്ല. അങ്ങനത്തെ ഈ മനുഷ്യൻ മരിച്ചപ്പോ അത് ഞാനാ സംരക്ഷിച്ചിരുന്നത്. പക്ഷേ മഹല്ല് കമ്മിറ്റിക്കാര് കള്ളുകുടിയന്മാരെ വിട്ട്, ഗുണ്ടകളെ വിട്ടിട്ട് ആ ശരീരം തട്ടിക്കൊണ്ടുപോയി. കാരണം ഇതൊരു നല്ല മൂലധനാന്ന് മൂലർക്കറിയാം. ഇത് വെച്ച് വീക്കാന്നാ വിചാരിച്ചു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി ആ പെണ്ണുങ്ങൾ സങ്കടം പറയുന്നുണ്ട്. അവർക്ക് പിന്നെ ആകെ കിട്ടിയതെന്താ? അതിന്റെ ആ അഴുകി മുടിഞ്ഞ ജട അത് ബഹുമാനപൂർവ്വം ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പച്ച തുണിയിൽ കെട്ടിപ്പൊഞ്ഞ് വെച്ചിരിക്കാണ്. ആ അഴുകി നീറിയ എന്നോള്ള ജട മുടിയേ. എന്നിട്ട് അതിട്ട വെള്ളമൊക്കെ കൊടുത്താൽ കാര്യങ്ങൾ പെട്ടെന്ന് നേടുന്നാണ് പറയുന്നത്. ഇവിടുത്തെ വെള്ളം കൊണ്ട് ക്യാൻസറൊക്കെ മണിക്കൂർ വെച്ച് മാറുന്നവരാണ്, പ്രാന്തൊക്കെ മിനിറ്റഡ് കൊണ്ട് മാറുന്ന പറയുന്നത്. ആ സ്ത്രീ അത് പറയുന്ന രംഗങ്ങളൊന്ന് കേട്ടോളി. പ്രധാനം വെള്ളം കുടിച്ചിട്ട് അസുഖങ്ങളെല്ലാം ഏത് മാറാ രോഗവും അതുകൊണ്ട് ചീത്തയാകുന്നു. അത് ഇപ്പോഴ് വളരെ അക്ഷരം പ്രതി ഫലമാ. മണിക്കൂറുകൾ മതി ഭ്രാന്തമാണ്. അക്ഷരം പ്രതി അതുകൊണ്ട് ഫലമാ. കണ്ടില്ലേ? എന്താ എടുത്തുവച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ ജട ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാതില് അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു പച്ച തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മൂപ്പരുടെ ജട. ഈ മുടിയൊക്കെ കൂടിയേ മരിച്ചപ്പോഴാട് വീണു അഴുകിയിട്ട് കുളിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? ആ നിലക്കുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മരിച്ചപ്പോ അത് വിറ്റ് ഉപജീവനാക്കാണ്. കണ്ടോ, ആ കാണുന്നില്ല ഒരു പച്ചക്കിഴി കാണുന്നില്ലേ നിങ്ങൾ ആ സ്ക്രീനിൽ? ആ പച്ചക്കിഴി മുഴുവൻ മൂപ്പരുടെ ജടയാണ്. ഈ സ്ത്രീക്ക് അതേ കിട്ടിയുള്ളൂ. മയ്യത്തും കൊണ്ട് ആൺകുട്ടികൾ ഓടി. നല്ല സാധനമല്ലേ കിട്ടിക്കണ്ട്. അത് വെച്ചിട്ടല്ലേ ഉദ്ഘാടനം ചെയ്യാൻ ശൈഖുന വന്നല്ലോ. ശൈഖുനാക്ക് ആരായാലും എന്താ, പണം കിട്ടിയാ പോരെ? മൂപ്പരിക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? മൂപ്പരല്ലേ ഉദ്ഘാടനത്തിന് വന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കൊക്കെ ആർക്കൊക്കെ എവിടുന്നൊക്കെ കാര്യം കിട്ടുന്നുണ്ട്. കാര്യം കിട്ടുന്നതൊക്കെ സത്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു ഹാജിയാര് മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ഹാജിയാര് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നേർച്ചയാക്കി. അദ്ദേഹത്തിന് കുട്ടിയുണ്ടായില്ല. അവസാനം മുസ്ലിം സുഹൃത്തുക്കളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നേർച്ചയാക്കിയപ്പോ, തുലാഭാരത്തിന് നേർച്ചയാക്കിയപ്പോ അയാൾക്ക് കുട്ടി ഉണ്ടായി. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. അതേപോലെ തന്നെ പയ്യന്നൂരിൽ നബീസുമ്മ തേങ്ങി എന്ന് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ജസീറ എന്ന കുട്ടിക്ക് വേണ്ടി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് തുലാഭാരം നടത്തി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി എന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ നമ്മുടെ ആ മുസ്ലിം സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ആചാര രീതികളാണ്. അതൊക്കെ ആർക്കും അവരുടെ ആചാരങ്ങൾ പ്രവർത്തിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതക്കാരുടെയും എല്ലാ രൂപത്തിലുള്ള ആശയങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. അതിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഓരോരുത്തരും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ചോട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്കെന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ആരും അതിന്റെ പേരിൽ ആക്രമിക്കേണ്ടതില്ല. ആരും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കലാപമുണ്ടാക്കേണ്ടതില്ല. ക്ഷേത്രം പിടിച്ചു നിരപ്പാക്കാൻ പാടില്ല.
ഇല്ല. അതേപോലെ തന്നെ മറ്റേതെങ്കിലും ആരാധനാലയങ്ങൾ ഇടിച്ചു നിരപ്പാക്കേണ്ടതില്ല. ഇതൊക്കെ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളാണ്. പക്ഷേ ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ ഒരു മുസ്ലിമിന് ചേർന്നതാണോ? പയ്യന്നൂരിലെ തുലാഭാരം പറയുമ്പോ, ഗുരുവായൂരിലെ തുലാഭാരം പറയുമ്പോ ഒരു പക്ഷേ പേരോട് വന്നിട്ട് നാളെ പറയും, മൗലവി നിങ്ങൾ ഗുരുവായൂരും അതേപോലെ തന്നെ പയ്യന്നൂരും ഒക്കെ പറഞ്ഞിട്ട് ക്ഷേത്രത്തിന്റെ ആചാരം പറഞ്ഞ് തടിയൂരുകയാണോ എന്നോട് ചോദിക്കേണ്ടതില്ല. ഇതാ ദർഗയിലെ തുലാഭാരമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ഇത് ദർഗയിലെ തുലാഭാരമാണ് കാണിക്കുന്നത്. അതാ ഹാജി അബ്ദുറഹ്മാൻ മലങ്ക് ഷാഹ് ബാബ, ഹാജി മലങ്ക് ദർഗയിലെ ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതാ നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി തുലാഭാരം നടക്കാൻ പോവുകയാണ്. ശർക്കര കൊണ്ട് കുട്ടിക്ക് തുലാഭാരം നടത്തുന്ന ഇതാ മുസ്ലിം ദർഗ കണ്ടോ? കൃത്യമായി നിങ്ങൾക്കത് കാണാം. അവിടെ അതാ ശർക്കരയുടെ കെട്ടുകൾ കാണുന്നു. ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടോ? ദർഗയിലേക്ക് തുലാഭാരത്തിനുള്ള ശർക്കര വിൽപ്പനക്ക് കണ്ടോ? ദർഗയിലുള്ള ശർക്കര കെട്ടുകൾ കണ്ടോ? നീ അതാ തുലാഭാരം നടത്തുന്ന തുലാസ് കണ്ടോ? അതാ തുലാഭാരത്തിലതായി കുഞ്ഞിനെ ഇരുത്താനുള്ള ഏർപ്പാടാണ്. കുട്ടിക്ക് മാലയിടും, കുട്ടിയെ ഒരു തട്ടിലിരുത്തും, ഒരു തട്ടിൽ ശർക്കര വെക്കും, ദിക്ർ ചൊല്ലും. കേട്ടോളൂ. ശർക്കര ഒരട്ടി വെച്ചു, തൂക്കം ശരിയായിട്ടില്ല. मलंग बाबा की दूर तराओ दी, 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 मलंग बाबा की दूर तराओ दी. കണ്ടില്ലേ നിങ്ങള്? തുലാഭാര നടന്നത്. ഒരു തട്ടിൽ കുട്ടിയെ, മറ്റേ തട്ടിൽ ശർക്കര. ദർഗയിലേക്കാണ് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ നേർച്ചയാക്കാണ്. നേർച്ചക്കരം വീട്ടാൻ വേണ്ടി വരികയാണ്. ദമ്പതികൾ വരുന്നു, കുട്ടികളെ തുലാഭാരത്തിന് ഇരുത്തേണ്. ആ നിലക്കുള്ള തുലാഭാരത്തിന്റെ പരിപാടി കണ്ടോ? ശർക്കര പൊട്ടിക്കുന്നു. അതിനവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊക്കെ പറയാവുന്ന സുന്നികളായിട്ട് ഒരു ബന്ധമല്ല. നാളെ അവിടുത്തെ ഖാദിമായ തൃശൂർ ചാവക്കാട് സ്വദേശി ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് കാസിം തങ്ങള്. കാസിം തങ്ങള്. ഞങ്ങള് 8-4 പള്ളിക്കത്തെ കത്തിപ്പോന്ന് ദുവാറിന് ശേഷമാണ് വാർത്ത കിടക്കാൻ. ഇവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇതിലാണ് ഇപ്പൊ ഈ ദർഗകള് സുന്നിന്റെ ഇതിൽ തന്നെ. അപ്പൊ അതിന്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം നാസർ ഖാൻ ഈ കടല്ലേ, നാസർ ഖാൻ പറയും ഇവിടെ എന്താണെന്ന് പറയാ. മൂപ്പര് ഇവിടെ തന്നെയാണ്. മൂപ്പരാണ് ഇപ്പൊ ട്രസ്റ്റിണ്ടായിരുന്നു. അപ്പൊ 9 കൊല്ലം കഴിഞ്ഞിട്ട് മൂപ്പരുടെ ഇത് കഴിഞ്ഞ് ട്രസ്റ്റിലുണ്ടായിരുന്നു 9 കൊല്ലം. ഇപ്പൊ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. കുട്ടികൾ ഇല്ലാത്തതിനൊക്കെ കുട്ടികളില്ലാത്തതിന് പറയുമ്പോ പാപ്പാന്റെ അടുത്ത് വന്നിട്ട് ആ ചോന്ന ചേർട്ടുണ്ട്. അത് പാപ്പാന്റെ അടുത്ത് പറഞ്ഞ നമ്മള് ഒരു 5 കെട്ട് കെട്ടുക. പാപ്പാന്റെ അടുത്ത് പറയാൻ എനിക്ക് കുട്ടികളില്ല, അങ്ങനെ കുട്ടികളുടെ മക്കളില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞ് ആ 100 കെട്ടി കഴിഞ്ഞു. കേട്ടില്ലേ സുഹൃത്തുക്കളെ? കുട്ടികളില്ലാത്തവര് സുന്നിയായിട്ട് ബന്ധമുണ്ട് നാളെന്നെ പറയണേ, നമ്മൾ പറയണതല്ല. ഇനിയോ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ അഭിമുഖങ്ങൾ കേട്ടില്ലേ? ഇസ്ലാമികമാണോ സുഹൃത്തുക്കളെ ഇത്? എന്തൊരു സങ്കടമാണ് ഈ സമുദായത്തിന്റെ കാര്യം. പടച്ച തമ്പുരാനെ, ഈ ഉമ്മത്തിന് നീ പിഴച്ചുപോയിട്ടുള്ള ആളുകൾക്ക് നീ ഹിദായത്ത് കൊടുക്കണം തമ്പുരാനെ. മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തോളൂ സുഹൃത്തുക്കളെ. അമ്പലനടയിലും മറ്റുമൊക്കെ ഹൈന്ദവ സഹോദരന്മാർ നടത്തിയിരുന്ന ആചാരങ്ങൾ അതേ ചാണിന് ചാണായി നമ്മളും അനുകരിക്കുകയല്ലേ? അത് ഇസ്ലാമികമായിട്ടുള്ളതാണെങ്കിലല്ലേ നമുക്ക് ചെയ്യാനൊക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഈ ദീന്? അവിടുന്ന് പഠിപ്പിച്ചതാണോ ഈ